പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്ക് ആവശ്യമായ നെൽക്കതിരുകൾ പുത്തരിക്കണ്ട മൈതാനത്ത് തന്നെ കൃഷി ചെയ്ത് ഇവിടെ സമർപ്പിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ നാടിനുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അത് മുടങ്ങിയിരിക്കുകയായിരുന്നു. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന് അടുത്ത മാസം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പുമായി ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നെൽകൃഷി ആരംഭിച്ചു. ഇന്ന് ആ നെല്ല് കൊയ്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിനിധികൾക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ കെ മുരളീധരൻ്റെ സാന്നിധ്യത്തിൽ നെൽക്കതിൽ കൊയ്ത് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ MLAയും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയായിട്ടുള്ള ശ്രീ CP ജോൺ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണാധികാരികൾക്ക് ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി കൈമാറി. തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ജനങ്ങളും തിരുവനന്തപുരത്തെയും കേരളത്തെയും ഒക്കെ സ്നേഹിക്കുന്ന ജനങ്ങളൊക്കെ തന്നെ വളരെ ആവേശത്തോടെയാണ് ഇതിനെ വരവേറ്റത്. സഹകരിച്ച് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒരു ഭാഗത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഓണത്തിൻ്റെ തുടക്കമാണ്. ഇതുപോലെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മഹത്ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ നിറപുത്തിരി എന്ന ആചാരം ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും മഹനീയ ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ കാര്യത്തിൽ ചില മുടക്കങ്ങളുണ്ടായി എന്നത് ദൗർഭാഗ്യകരമാണ്. നമുക്കറിയാം, ഈ നഗരം നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമാണ്. നഗരത്തിന് നടുക്കിലല്ല ക്ഷേത്രം നിൽക്കുന്നത്, ക്ഷേത്രത്തിന് ചുറ്റുമാണ് നഗരം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൈതാനമാണെങ്കിൽ അത് സത്യത്തിലൊരു കണ്ടമായിരുന്നല്ലോ. അപ്പോൾ ആ കണ്ടത്തിൽ ഇന്നിപ്പോൾ നെൽകൃഷി നടത്തി നെല്ല് എടുത്തിരിക്കുന്നു. അത് നല്ലൊരു സൂചനയാണ്. മാത്രമല്ല, നമ്മുടെ ഈ നഗരത്തിൻ്റെ നല്ല ജീവിതത്തിന് ആ പഴയ തരത്തിലുള്ള നമ്മുടെ ഭൂമിയുടെ ഉപയോഗം തിരിച്ചു കൊണ്ടുവരണമെന്നൊരു സന്ദേശം കൂടെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പഴയ ആളുകൾ, പ്രത്യേകിച്ചും എന്നോട് KV സുരേന്ദ്രനാഥ്, അതേപോലെ തന്നെ MP പത്മനാഭൻ തുടങ്ങിയ ആളുകൾ പറയാറുണ്ട് അവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ആ നെൽകൃഷിയെല്ലാം നമ്മൾ കച്ചവട കേന്ദ്രങ്ങളാക്കി. അതാണ് എപ്പോഴും നമുക്ക് വിട്ടുമാറാത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ആ വീണ്ടെടുപ്പ് നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും മേയറും കൗൺസിലും ഒക്കെ അതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ആ ഭൗമശാസ്ത്രപരമായിട്ടുള്ള ആ സന്തുലിതാവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സംരംഭമായി കൂടി നമുക്കത് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മാഞ്ഞാലിക്കുളം ഒരു കുളമായിരുന്നുവെന്നും പുത്തരിക്കണ്ടം ഒരു കണ്ടമായിരുന്നുവെന്നും പത്മതീർത്ഥ കുളം അത് തൊട്ടപ്പുറത്തുള്ള പാത്രക്കുളം ഒരു കുളമായിരുന്നുവെന്നും ഒക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. എന്തായാലും ഈ നമ്മുടെ ഓണത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ മഹനീയമായ ആചാരത്തിൽ, വളരെ സുന്ദരമായ ഈ ആചാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായ പിന്തുണ ക്ഷേത്ര ഭരണാധികാരികൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാജകുടുംബത്തിനും നൽകുകയാണ്. അതുപോലെ തന്നെ കൗൺസിലിന്, നഗരസഭാ കൗൺസിലിനും മേയർക്കും നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.